അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഉണ്ണി മുകുന്ദൻ മാനേജറെ തല്ലി എന്നുള്ള ഒരു വാർത്തയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഉണ്ണി മുകുന്ദൻ പരാതിക്കാരനെ അടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് വിവരം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? അവിടെയെല്ലാം അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ ഉയർത്തിക്കാട്ടിയിരുന്നത് ഈ CCTV ദൃശ്യങ്ങളാണ്. നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. അത്തരത്തിൽ പരിശോധിച്ചാൽ ഞാൻ വിപിനെ തല്ലിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാകും. വിപിൻ പറയുന്നത് പൊള്ളയായ ആരോപണങ്ങളാണ് എന്നുള്ളത് വ്യക്തമാകുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നുണ പറയരുതെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കാരണം സാഹചര്യങ്ങൾ പൊതുവെ മോശമായിരുന്നു. ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ തല്ലുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണോ ലഭ്യമാകുന്ന സൂചന? ആര്യ, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പാർക്കിങ്ങിലാണ് അവിടെ ഒരു അടിമർദ്ദനം നടന്നതെന്നാണ് വിപിൻ മൊഴി നൽകിയത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അത് പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വിപിനും ഉണ്ണിമുകുന്ദനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും പിന്നീട് ഉണ്ണിമുകുന്ദൻ വിപിനെ അടിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഒപ്പം ഈ അടിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി വിപിൻ കുതിറിയോടുന്നതും ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഉണ്ണിമുകുന്ദൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? CCTV ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലായി. ഉണ്ണിമുകുന്ദൻ ഈ പരാതിക്കാരനായ മുൻ മാനേജർ വിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ, എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.